ഇപ്പോൾ കുറച്ചു കാലമായി പുസ്തകം കയ്യിലെടുത്തുള്ള വായന കുറവാണ്. കൂടുതലും ഈ ഫോണിലൊക്കെയാണ് വായന. ഓഡിയോ ബുക്കാവുമ്പോൾ അത് കേട്ട് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം. അത് സൗകര്യവുമാണ്. തമാശ അതല്ല. പുസ്തകം കയ്യിൽ പിടിച്ച് വായിക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോകാത്ത ഞാൻ ഓഡിയോ ആണെങ്കിൽ എപ്പോൾ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. അതിൻ്റെ കുട്ടൻസ് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. ചിലപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റും നടക്കുന്നതൊന്നും അറിയില്ല. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ തീർന്നു പോകല്ലേ എന്ന പ്രാർത്ഥനയായിരിക്കും. ചിലത് വായിച്ചു കഴിഞ്ഞാലും അതിങ്ങനെ മനസ്സിൽ കിടക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, ഭയങ്കര റിവ്യൂസൊക്കെ കേട്ട് ചില കൃതികൾ വായിക്കാനെടുത്താൽ എന്താണെന്നറിയില്ല, ഇത്ര പ്രചാരം ലഭിക്കാൻ മാത്രം എന്താണ് അതിലെന്ന് പിടികിട്ടാറില്ല. സത്യത്തിൽ ഇതന്നെ അതെഴുതിയ ആളും ചിന്തിച്ച് തല പുണ്ണാക്കുന്നുണ്ടാകണം. പൊതുവെ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ദഹിക്കാത്ത ഒരാളായതുകൊണ്ടാകും ഇങ്ങനെ. അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റ് അല്ല നിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ ചിന്തിച്ച് സ്വയം സമാധാനിക്കും. ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി എനിക്കില്ലാത്തതുമായിരിക്കാം കാരണം. അറിഞ്ഞൂടാ, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാകണം എന്നില്ലല്ലോ. ചില പെയിൻറ്റിങ്ങുകൾ കണ്ടാൽ വായും പൊളിച്ച് നോക്കി നിൽക്കാമെന്നല്ലാതെ ഒരു ചുക്കും മനസ്സിലാകാറില്ല. അതുപോലെയാണ് ഈ പറഞ്ഞ ചില എഴുത്തുകൾ. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം അല്ലേ?